ഡിജിറ്റൽ യുഗത്തിലെ മനുഷ്യബന്ധങ്ങളും സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും ആസ്പദമാക്കി ഒരുക്കിയ പുതിയ ചിത്രം ബട്ടർഫ്ലൈ ഗേൾ 85 മാർച്ച് 6-ന് തിയേറ്ററുകളിലെത്തുന്നു. പൈസ പൈസ, ലാൽബാഗ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പ്രശാന്ത് മുരളി എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. 4D പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീ ധന്യ വിശ്വനാഥാണ് ചിത്രം നിർമ്മിക്കുന്നത്. ദേശീയ അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ നിന്ന് 44ഓളം പുരസ്കാരങ്ങൾ നേടിയ ചിത്രം ഡിജിറ്റൽ കാലഘട്ടത്തിലെ വ്യക്തിത്വ പ്രതിസന്ധികളെ ആഴത്തിൽ പരിശോധിക്കുന്നു. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാകാൻ ആഗ്രഹിക്കുന്ന ധന്യ എന്ന യുവതിയാണ് കഥയുടെ കേന്ദ്ര കഥാപാത്രം. കൊച്ചി നഗരത്തിലെ ഒരു ഇന്റീരിയർ ഡിസൈനറായ ധന്യയുടെ ജീവിതത്തിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായി മാറാനുള്ള ശ്രമങ്ങൾക്കിടയിൽ അവൾ നേരിടുന്ന മാനസിക സംഘർഷങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. നിമിഷങ്ങൾക്കകം വിഷയങ്ങൾ വൈറലാകുകയും അതേ വേഗത്തിൽ മറക്കപ്പെടുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയ ലോകത്തിൽ സ്വന്തം അസ്തിത്വം തിരിച്ചുപിടിക്കാൻ ഒരു യുവതി നടത്തുന്ന പോരാട്ടമാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ തലമുറയെ ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന വിഷയമാണിതെന്ന് സംവിധായകൻ വ്യക്തമാക്കി. ശ്രീ ധന്യ വിശ്വനാഥിനോടൊപ്പം ഇഷിക എമിൽ, ഷിൻസ് ഷാൻ, അൻവർ സാദിഖ്, കലേഷ് പരമേശ്വർ, അമ്മു നായർ, പ്രതീഷ് ജേക്കബ്, അനു പ്രഭാലാൽ, ദർശന വിശ്വനാഥ്, ഗീത ജിത്തു, ജീവൻ ശിവദാസ്, അനു ചന്ദ്രശേഖർ, ലൂക്മാൻ, എബിൻ മേരി എന്നിവർ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഛായാഗ്രഹണം അനിൽ വിജയ് നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ആനന്ദ് മധുസൂദനനാണ്. അജീഷ് ദാസിന്റെ വരികൾക്ക് സിതാര കൃഷ്ണകുമാർ, ഷിഹാം അബ്ദുൽ വഹാബ്, സച്ചിൻ വാര്യർ എന്നിവർ ഗാനം പകർന്നു. കൊച്ചിയും തിരുപ്പൂരുമാണ് പ്രധാന ലൊക്കേഷനുകൾ. PRO MK ഷെജിൻ. സോഷ്യൽ മീഡിയയുടെ തിളക്കമുള്ള മുഖാവരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്ന ബട്ടർഫ്ലൈ ഗേൾ 85 മാർച്ച് 6-ന് പ്രേക്ഷകരുടെ മുന്നിലെത്തും. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.